ഹായ്, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ കുറച്ച് MCQs ആണ്. ഇമ്പോർട്ടൻറ്റ് MCQs. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫങ്ഷനിങ് യൂണിറ്റ്സ് ഓഫ് കിഡ്നി ഈസ്. കിഡ്നിയുടെ ഫങ്ഷനിങ് യൂണിറ്റ്സ് എന്താണ്? ദ ഫസ്റ്റ് ഓപ്ഷൻ ന്യൂറോൺ, സെക്കൻഡ് ഓപ്ഷൻ നെഫ്രോൺ, തേർഡ് ഓപ്ഷൻ സാർക്കോമിയർ, ദെൻ ഫോർത്ത് ഓപ്ഷൻ ജെക്സ്ട്രാ ഗോമറൽ apparatus. The answer is option 2, nephron. Nephron is the functioning units of kidney. Next question, the following are the parts of nephron except. ഇതിൽ ഏതാണ് നെഫ്രോണിൻ്റെ ഒരു പാർട്സ് അല്ലാത്തത്? നമുക്ക് ഓപ്ഷൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ബൊമാൻസ് ക്യാപ്സൂൾ, സെക്കൻഡ് ഓപ്ഷൻ ലൂപ്സ് ഓഫ് ഹെൻലി, ആൻഡ് തേർഡ് ഓപ്ഷൻ ഡിസ്റ്റൽ കൺവൾട്ടഡ് ട്യൂബ്യൂൾ, ദെൻ ഫോർത്ത് വൺ വാസ റെക്റ്റം. അപ്പം നെഫ്രോണിൻ്റെ ഒരു പാർട്ട് അല്ലാത്തൊരു പാർട്ടെന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്, വാസ റെക്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂറിൻ ഈസ് ഫോംഡ് ബൈ ദ ഫോളോയിങ് പ്രോസസ് എക്സെപ്റ്റ്. ഇതിലേതാണ് യൂറിൻ ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലാത്തത്? ഓപ്ഷൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓപ്ഷൻ അൾട്രാഫിൽട്രേഷൻ, സെക്കൻഡ് ഓപ്ഷൻ ട്യൂബുലർ റീഅബ്സോർപ്ഷൻ, തേർഡ് ഓപ്ഷൻ ട്യൂബുലർ സെക്രീഷൻ, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ maturation. The answer is option 4, maturation. Next question like നമുക്ക് കടക്കാം. The normal renal blood flow is. ഇതിലേതാണ് normal renal blood flow? Option 1 650 ml per minute, option 2 1200 ml per minute, option 3 125 ml per minute, and option 4 700 ml per minute. The answer is 1200 ml per minute. The next question, the normal GFR is. Normal GFR ഏതാണ്? Option 1 125 ml per minute, option 2 125 ml per minute, ml per day, third option 125 liter per hour, and fourth option 125 liter per day. The answer is 125 ml per minute. Next question, the substance used for the estimation of GFR. GFR estimation ഏത് സബ്സ്റ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? The option, first one insulin, second one insulin, third one renin, and fourth one renin. The answer is insulin. Next question, the normal filtration fraction is. Filtration fraction normal range എന്ന് പറയുന്നത് എന്താണ്? First one 60%, second one 30%, third one 20%, and fourth one 75%. The answer is option 3, 20%. Next question, the following are the abnormal constituents of urine except. ഇതിലേതാണ് യൂറിനിലൂടെ ഒരു അബ്നോർമൽ കൺസിസ്റ്റുവൻസ് അല്ലാത്തത്? ബ്ലഡ്, ഓപ്ഷൻ 1 ബ്ലഡ്, ഓപ്ഷൻ 2 യൂറിയ, ഓപ്ഷൻ 3 ബൈൽ, ഓപ്ഷൻ 4 കീറ്റോൺ ബോഡീസ്. എക്സെപ്റ്റ് ആയിട്ട് പറയുന്നത് യൂറിയയാണ്. യൂറിയ ബ്ലഡിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹോർമോൺ പ്രൊഡ്യൂസ് ഫ്രം ദ കിഡ്നി. കിഡ്നി ഏത് ഹോർമോണെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ 1 ഗ്യാസ്ട്രിൻ, സെക്കൻഡ് വൺ എർത്രോപോയിറ്റിൻ, തേർഡ് വൺ ആൽഡോസ്റ്റിറോൺ, ആൻഡ് ഫോർത്ത് വൺ ADH. ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 എർത്രോപോയറ്റിൻ. അപ്പം കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് എർത്രോപോയറ്റിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹോർമോൺ ആക്ടിങ് ഓൺ ദ കിഡ്നി. കിഡ്നിയിൽ ആക്ട് ചെയ്യുന്ന ഹോർമോൺ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ആൽഡോസ്റ്റിറോൺ, സെക്കൻഡ് ഓപ്ഷൻ തൈറോക്സിൻ, തേർഡ് ഓപ്ഷൻ സെറട്ടിൻ, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ എർത്രോപോയറ്റിൻ. ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 erythropoietin.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നോർമൽ മാക്സിമൽ യൂറിയ ക്ലിയറൻസ് ഈസ്. നോർമൽ മാക്സിമൽ യൂറിയ ക്ലിയറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 75 ml per minute, 75 milligram per minute, 75 milligram per hour, and fourth option 75 milligram per day. The answer is 75 ml per minutes ആണ് നോർമൽ മാക്സിമൽ യൂറിയ ക്ലിയറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂറിൻ ഈസ് ടെമ്പറലി സ്റ്റോറിൻ. യൂറിൻ ടെമ്പറലി സ്റ്റോർ ചെയ്ത് കാണപ്പെടുന്നത് എവിടെ? ഓപ്ഷൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഗാൾ ബ്ലാഡർ, സെക്കൻഡ് ഓപ്ഷൻ യൂറിനറി ബ്ലാഡർ, തേർഡ് ഓപ്ഷൻ കിഡ്നി, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ നെഫ്രോൺ. ദ ആൻസർ ഈസ് യൂറിൻ ടെമ്പറലി സ്റ്റോർ ചെയ്യുന്നത് എവിടെയെന്നാണ് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡറാണ്. യൂറിനറി ബ്ലാഡറിലാണ് നമ്മൾ ടെമ്പറലി ആയിട്ട് യൂറിനെ സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂറിത്ര ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ്. യൂറിത്രയുടെ കണ്ടിന്യൂവേഷൻ ഏതാണ്? ഓപ്ഷൻസിലേക്ക് കടക്കാം. ഓപ്ഷൻ 1 പെൽവിസ്, ഓപ്ഷൻ 2 പിറാമിഡ്സ്, ഓപ്ഷൻ 3 യൂറിനറി ബ്ലാഡർ, ഓപ്ഷൻ 4 ബൊമാൻസ് ക്യാപ്സൂൾ. ദ ആൻസർ ഈസ് യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറാണ് യൂറിത്രയുടെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. യൂറിറ്റർ ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ്. യൂറിറ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ എന്താണ്? ഓപ്ഷനിലേക്ക് കടക്കാം. ഓപ്ഷൻ 1 പെൽവിസ്, ഓപ്ഷൻ 2 പിരമിഡ്, ഓപ്ഷൻ 3 കോർട്ടക്സ്, ആൻഡ് ഓപ്ഷൻ 4 ബൊമാൻസ് ക്യാപ്സൂൾ. ദാറ്റ് ഈസ് പെൽവിസ്. ഓപ്ഷൻ 1 പെൽവിസ് ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. യൂറിറ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് പെൽവിസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ദ ഫോളോയിങ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ കിഡ്നി എക്സെപ്റ്റ്. കുറച്ച് കിഡ്നിയുടെ ഫങ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കിഡ്നിയുടെ ഫങ്ഷൻ അല്ലാത്തത് എക്സെപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ സെക്രീഷൻ ഓഫ് റെനിൻ. രണ്ട് സെക്രീഷൻ സഹായിക്കുന്നു. സെക്കൻഡ് ഓപ്ഷൻ ആസിഡ് ബേസ് ബാലൻസ്. കിഡ്നി ആസിഡ് ബേസ് ബാലൻസിന് സഹായിക്കുന്നു. തേർഡ് വൺ ഫ്ലൂയിഡ് ബാലൻസ്. കിഡ്നി ഫ്ലൂയിഡ് ബാലൻസിന് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ആണ്. ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഒരിക്കലും എന്താ കിഡ്നി സഹായിക്കുന്നില്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്? ആൻസർ ഈസ് ഗ്ലൈക്കോജൻ സ്റ്റോറേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോളോയിങ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ദ ബോഡി എക്സെപ്റ്റ്. ഇതിലേതാണ് എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലാത്തത്? ഓപ്ഷൻ ഫസ്റ്റ് വൺ സ്കിൻ, സെക്കൻഡ് വൺ കിഡ്നി, തേർഡ് വൺ GIT ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് ആണ് GIT എന്ന് ഉദ്ദേശിക്കുന്നത്, ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്പ്ലീൻ. ദ ആൻസർ ഈസ് സ്പ്ലീൻ. സ്പ്ലീൻ ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിഡ്നി ഈസ് മേഡ് അപ്പ് ഓഫ്. കിഡ്നി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻസിലേക്ക് കടക്കാം. ആൽവിയോളെ, സെക്കൻഡ് ഓപ്ഷൻ ന്യൂറോൺ, തേർഡ് ഓപ്ഷൻ ആക്സോൺ, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ നെഫ്രോൺസ്. ദ ആൻസർ ഈസ് നെഫ്രോൺസ്. അപ്പോൾ കിഡ്നി മേഡപ്പ് ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നെഫ്രോൺസ് കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാൽപീജിയൻ ബോഡി ഈസ് പ്രസൻറ്റ് ഇൻ. മാൽപീജിയൻ ബോഡി എവിടെയാണ് പ്രസൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ സ്കിൻ, സെക്കൻഡ് ഓപ്ഷൻ കിഡ്നി, തേർഡ് ഓപ്ഷൻ ടെസ്റ്റിസ്, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഓവറീസ്. ദ ആൻസർ ഈസ് കിഡ്നി. കിഡ്നിയിലാണ് എന്ത് മാൽപീജിയൻ ബോഡി പ്രസൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ യൂറിറ്റർ ഓപ്പൺസ് ഇൻറ്റു. യൂറിറ്റർ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഓപ്ഷൻ 1 ലെഫ്റ്റ് കിഡ്നി, ഓപ്ഷൻ 2 പെൽവിസ്, ഓപ്ഷൻ 3 യൂറിനറി ബ്ലാഡർ, ആൻഡ് ഓപ്ഷൻ 4 കോർട്ടക്സ്. ദ ആൻസർ ഈസ് യൂറിനറി ബ്ലാഡർ ആണ്. ഓപ്ഷൻ 3 യൂറിനറി ബ്ലാഡർ. അപ്പം യൂറിറ്റർ ഓപ്പൺ ചെയ്യുന്നത് യൂറിനറി ബ്ലാഡറിൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ടർ പാർട്ട് ഓഫ് ദ കിഡ്നി ഈസ് കാൾഡ്. കിഡ്നിയുടെ ഔട്ടർ പാർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ 1 കോർട്ടക്സ്, ഓപ്ഷൻ 2 പെൽവിസ്, ഓപ്ഷൻ 3 ഹീലസ്, ഓപ്ഷൻ 4
glomerulus. The answer is cortex. കോർട്ടെക്സ് ആണ് കിഡ്നിയുടെ ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത്. The next question. Elimination of nitrogenous waste material is called. നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയലിൻ്റെ എലിമിനേഷനെ വിളിക്കുന്നത് എന്താണ്? ഓപ്ഷൻ 1 സർക്കുലേഷൻ, ഓപ്ഷൻ 2 എക്സ്ക്രീഷൻ, ഓപ്ഷൻ 3 ഡൈജഷൻ ആൻഡ് ഓപ്ഷൻ 4 റെസ്പിറേഷൻ. The answer is excretion. The next question. The depression on the concave side is called. കോൺകേവ് സൈഡിലെ ഡിപ്രഷനെ വിളിക്കുന്ന പേരെന്താണ്? ഫസ്റ്റ് വൺ ഹിലസ്, സെക്കൻഡ് വൺ പെൽവിസ്, തേർഡ് വൺ മെഡുല ആൻഡ് ഫോർത്ത് വൺ കോർട്ടെക്സ്. ദ ആൻസർ ഈസ് ഹിലസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ട്യൂബ് ദാറ്റ് പാസസ് ഔട്ട് ഓഫ് ദ ഹിലസ് ഈസ് കാൾഡ്. ആ ട്യൂബ് ഹിലസിലേക്ക് പാസ് ഔട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ഫസ്റ്റ് വൺ മെഡുല, സെക്കൻഡ് വൺ ഇൻകസ്, third one pelvis and fourth one ureter. The answer is ureter. The next question. The pH of fresh urine is about. fresh urine pH എന്താണ്? First one, option first one 1, option 2 0, option 3 4.5 to 8, option 4 9. The answer is option 3 4.5 to 8. The next question. Excretion of bile pigment in the urine indicates. ബൈൽ പിഗ്മെൻറ്റ് യൂറിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന എന്താണ്? അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന അവസ്ഥയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫസ്റ്റ് വൺ അനീമിയ, സെക്കൻഡ് വൺ ഡയബറ്റിക്സ്, തേർഡ് വൺ റിക്കറ്റ്സ് ആൻഡ് ഫോർത്ത് വൺ ജോണ്ടിസ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ജോണ്ടിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Malpighian tubes are the excretory organ in. Malpighian tubules എന്തിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്? ഫസ്റ്റ് ഓപ്ഷൻ കോക്രോച്ച്, സെക്കൻഡ് ഓപ്ഷൻ പ്ലേറ്റിഹെൽമിന്തസ്, തേർഡ് ഓപ്ഷൻ അസ്കാരിസ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ പില. ദ ആൻസർ ഈസ് കോക്രോച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.